എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുക, അതേപോലെ തന്നെ എല്ലുകൾക്ക് ബലം കുറയുക, അതുമൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, എസ്പെഷ്യലി കാൽമുട്ട് വേദന, നടക്കാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ബസ്സിൽ കയറാൻ പറ്റുന്നില്ല, ഒരു വിരുന്നിന് പോലും പറ്റുന്നില്ല, ഈവൻ നമുക്ക് വീട്ടിനുള്ളിൽ പോലും നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഇന്ന് സർവ്വസാധാരണമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലുകൾ ബലം കുറയാനും പെട്ടെന്ന് ക്ഷീണം സംഭവിക്കാനും തേയ്മാനം വരാനും പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന അവസ്ഥകൾ, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ്, നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേവലം നമ്മളൊരു ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40-30 വയസ്സുള്ള ആളുകൾക്ക് സർവ്വസാധാരണമാണ്. അപ്പോൾ അവരിൽ ഇതെങ്ങനെ പ്രായം കൊണ്ട് വന്നതാണ് വെച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണശീലങ്ങൾ, ചില ഭക്ഷണം നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ടതുണ്ട്, ചിലത് നമ്മൾ നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അത് നമ്മൾ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോള പോലെയുള്ള സംഗതി നമ്മൾ കഴിക്കുന്ന ആളുകളുണ്ട്, നല്ല ശീലം അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഫോസ്ഫോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ലീച്ചിങ് എന്ന പ്രോസസ്സ് നടക്കുകയും കാൽസ്യമൊക്കെ നല്ല രീതിയിൽ ലോസിങ് ആകുന്ന അവസ്ഥയൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം, ഏതൊക്കെ നമ്മൾ കഴിക്കണം, ഏതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ല് തേയ്മാനത്തിന് പ്രശ്നമുള്ള ആളുകൾ, ഇടയ്ക്കിടയ്ക്ക് എല്ല് പൊട്ടുന്ന ആളുകൾ, കാൽസ്യക്കുറവുള്ള ആളുകൾ, വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഈ ഒരു ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഈ സെഷൻ ഫുള്ളായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സകല പ്രശ്നങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള ആൻസർ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. ഈ എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മളൊക്കെ ചെരുപ്പ് തേയുന്നത് പോലെ തേഞ്ഞു പോകുക, അതേപോലെ അത് വീണ്ടും പഴയ പോലെ തീരെ ആയി കിട്ടിയില്ല, ഇനി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചൊരവസ്ഥയുണ്ട്. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ നോർമലി എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്ന് ചുളിയും, ഏജിങ്ങിനനുസരിച്ച് ചുളിഞ്ഞ് വരാറുണ്ട്, അതേപോലെ മുടി വെളുത്ത് വരാറുണ്ട്, നര പിടിക്കാറുണ്ട്, ഇങ്ങനെ അത് ഏജിങ്ങിന് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലുകളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഏജിങ് റിലേറ്റഡ് ആയിട്ട് മാറ്റങ്ങൾ കണ്ടുവരും എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്, ഏജിങ്ങിൻ്റെ കൂടെ അല്ല, ഏജ് വലിയ കൂടുതലായിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും കാൽമുട്ട് വേദന, അതേപോലെ തന്നെ കാൽസ്യത്തിന് കുറവ്, വൈറ്റമിൻ്റെ കുറവ്, അത് നമ്മൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിലും അതുപോലെ എല്ല് തേയ്മാനം വന്ന കണ്ടീഷനുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ എല്ല് വീക്കാൻ കാരണമാകുന്നുണ്ട് നോക്കണം. അതിൽ ഒന്നാമത്തതാണ് കാൽസ്യത്തിൻ്റെ കുറവെന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ട കാൽസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ എല്ലുകൾ നല്ല രീതിയിൽ വീക്കാം. എല്ല് നല്ല സ്ട്രോങ് ആയിട്ട് ഹാർഡായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം കാൽസ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലുകൾ വീക്കായി വരും, തേയ്മാനം വരും, വേദനയും കടച്ചിലൊക്കെ നല്ല രീതിയിൽ. ചില ആളുകൾക്ക് തരിപ്പൊക്കെ വരും, കാലുകൾക്കൊക്കെ തരിപ്പും കാര്യങ്ങളും, മസിൽ കോച്ചിപ്പെടുത്തൊക്കെ ഈ കാൽസ്യത്തിൻ്റെ കുറവ് കാരണമായിട്ടും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വൈറ്റമിൻ ഡി ആക്ച്വലി അതൊരു ഹോർമോൺ പോലെ പ്രവർത്തിക്കുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും നമ്മുടെ പല സിസ്റ്റത്തെയും നല്ല രീതിയിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽസ്യം നല്ല രീതിയിൽ അബ്സോർപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ചില ആളുകളുണ്ടായിരിക്കും വൈറ്റമിൻ ഡി കുറവായിരിക്കും, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവും, കാൽസ്യത്തിന് കുറേ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ നമ്മൾ മെഡിസിനായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും, സപ്ലിമെൻ്റായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതൊന്നും ബോഡി അബ്സോർബ് ചെയ്യില്ല, കാരണം അവിടെ വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പോൾ കാൽസ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. എങ്കിലേ ഒരു കറക്റ്റ് ഒരു കാൽസ്യത്തിൻ്റെ ലെവൽ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്ഷീണവും ബുദ്ധിമുട്ടുകളും, ഇത് പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിനും മസിൽ പെയിനൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഒന്ന് മസിൽ സ്ട്രെങ്ത്ത് നിലനിർത്താൻ, അതേപോലെ ജോയിൻറ്റ് സ്റ്റെബിലിറ്റി നല്ലോണം സഹായിക്കേണ്ടത്, കൊളാജൻ പ്രൊഡക്ഷനൊക്കെ നല്ലതായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ, ജോയിൻറ്റ് ഇമ്മൊബിലിറ്റി, ഈ ഒരു പെട്ടെന്ന് കാല് തെന്നിപ്പോവുക, അതുപോലെ ബലക്കുറവ് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്ട്രെങ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നിശ്ചിത എമൗണ്ട് പ്രോട്ടീൻ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ്
സൂര്യപ്രകാശം നമുക്ക് നല്ലോണം കിട്ടുന്നു, ഇപ്പോൾ കൂടുതലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ ഡി നല്ല രീതിയിൽ ആക്റ്റീവായി കിട്ടണമെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ബോഡിയിൽ കൂടണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് വേണം, വെയിൽ കൊള്ളൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അന്ന് പല ആളുകളും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്, ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നതാണ്, ഒരു റൂമിൻ്റെ ഉള്ളിൽ വെയിൽ കൊള്ളാതിരിക്കുന്ന ആളുകളാണ് ഇന്ന് മിക്ക ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ വെയിൽ കൊള്ളാത്തത് കൊണ്ട് എന്ത് ചെയ്യും, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊന്ന് ഏജിങ് ആണ്. ഏജിങ് കാരണമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രായം കൂടുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ രീതിയിൽ ബോണുകൾക്ക് വീക്ക്നെസ് വരുന്നുള്ളത്. അപ്പോൾ ഇതാണ് സർവ്വസാധാരണമായിട്ട് ഈ ബോണുകൾ വീക്കാകാനും പറഞ്ഞതുപോലെ പെട്ടെന്ന് പൊട്ടാനൊക്കെ കാരണമാകുന്ന, കാൽസ്യം കുറയാനൊക്കെ കാരണമാകുന്ന ചില കോമൺ റീസൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ സ്ത്രീകളിൽ എന്ത് ചെയ്യാറുണ്ട്, പൊതുവേ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ അതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെനോപോസ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, സിവിയറായിട്ട് ജോയിൻറ്റ് പെയിന്, കാൽസ്യക്കുറവ്, വൈറ്റമിൻ ഡി കുറവ് സർവ്വസാധാരണയിൽ കണ്ടുവരുന്നതാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുകയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് നല്ലോണം നടക്കും. മെൻസസ് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഈസ്ട്രോജൻ അളവ് നല്ല രീതിയിൽ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും കാൽസ്യത്തിൻ്റെ അളവിൽ നല്ല ഫ്ലക്ച്വേഷൻ വരും. ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, കാൽസ്യത്തിൻ്റെ അളവ് നല്ലോണം കുറയും. അപ്പോൾ അതാണ് പൊതുവേ ഒരു ഓൾമോസ്റ്റ് കാൽമുട്ട് വേദനയുള്ള ആളുകൾ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാൽസ്യം നോക്കിയാൽ എന്ത് ചെയ്യും, കാൽസ്യം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാൽസ്യം ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാലും ഓക്കെ ആകാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി അത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കമ്പാരിറ്റീവ്ലി അതുവരെ സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല. ബട്ട് മെൻസസ് നിൽക്കുന്ന ഒരു സമയത്ത് ചുട്ടുപോകച്ചിലും ഇടങ്ങേറ്, ബുദ്ധിമുട്ടുകൾ, ബ്ലീഡിങ് ചിലപ്പം കൂടും, ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ മസിൽ കോച്ചിപ്പെടുത്ത് നീര് വെക്കുക, ക്ഷീണം വരിക, കാലുമുട്ട വേദനയ്ക്ക് സർവ്വസാധാരണമായിട്ട് ആ സമയത്ത് കണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു എല്ലിന് ബലം കുറയുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒരു എല്ലിന് ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ, എല്ല് നല്ല സ്ട്രോങ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ചില എലമെൻസുകൾ, ചില സപ്ലിമെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ചിലപ്പോൾ കാൽസ്യം, വൈറ്റമിൻ ഡി മാത്രം കിട്ടണം, ഇത് മാത്രമല്ല വേറെ ചില കുറച്ച് കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ കാൽസ്യം തന്നെ നമുക്കൊക്കെ അറിയുന്നതാണ്. എന്ത് ചെയ്യണം, നമ്മൾ ചിലപ്പോൾ കാൽസ്യം കുറവുണ്ടെങ്കിൽ കാൽസ്യത്തിന് വേണ്ട സപ്ലിമെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അതേപോലെ വൈറ്റമിൻ ഡി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇൻസഫിഷ്യൻ്റ് ആണോ സഫിഷ്യൻ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റുകൾ വെയിൽ കൊള്ളാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് പ്രോട്ടീൻ, തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിക്കണം. അപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രോട്ടീൻ നല്ല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെജ് പ്രോട്ടീനൊക്കെ അതേപോലെ തന്നെ വെജ് കഴിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രോട്ടീൻ എടുക്കാൻ ശ്രദ്ധിക്കുക, നല്ല വെജ് പ്രോട്ടീൻ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മസിൽ മെയിൻറ്റെയിനിങ്സും അതേപോലെ ബോൺ മെയിൻറ്റെയിനിങ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് പ്രോട്ടീൻ. കൊളാജൻ സിന്തസിസിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഘടകം തന്നെയാണ്. അതേപോലെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് മാഗ്നീഷ്യമാണ്. അതുപോലെ വൈറ്റമിൻ കെയും കൂടെയാണ്. മാഗ്നീഷ്യം, വൈറ്റമിൻ കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നുള്ള. മാഗ്നീഷ്യം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വൈറ്റമിൻ കെയും ഈ പറഞ്ഞതുപോലെ ബോൺ ഫോർമേഷനും ബോൺ ഹാർഡാകാനും സ്ട്രെങ്ത് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോട്ടീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ വൈറ്റമിൻ കെ ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്നീഷ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. വളരെ പിന്നെ അതില്ലാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള പല എലമെൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ബോൺ സ്ട്രെങ്തനിങ്ങിനും ബോൺ സ്റ്റെബിലിറ്റിയെ നന്നായി സഹായിക്കുന്നുണ്ട്. ഏറ്റവും മേജറായിട്ടുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എലമെൻസുകൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് എലമെൻസുകൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കണ്ടൻറ്റുകൾ പറഞ്ഞല്ലോ ബോണ് സ്ട്രെങ്ത് കിട്ടാൻ. അപ്പോൾ ഇത് ഏതൊക്കെ ഭക്ഷണങ്ങളിലൂടെ കഴിച്ചാൽ, ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും, ബോണിന് കട്ടി കിട്ടും, കനം കിട്ടും, എല്ല് തേയ്മാനം അങ്ങനെ കുറക്കാൻ പറ്റും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ പാല് കുടിക്കുക എന്നുള്ളതാണ്. പാല് വളരെ മിനറൽസ് ഉണ്ട്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ഭക്ഷണത്തിൽ കുടിക്കാൻ, ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പച്ചക്കറികൾ, ഫൈബേഴ്സ് നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അതിലും ഈ പറഞ്ഞതുപോലെ നാച്ചുറലായിട്ടുള്ള കാൽസ്യം, മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ബോൺ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ടുള്ളത് നല്ല
ഫിഷ് കഴിക്കുക എന്നുള്ളതാണ്. ഈ ഫിഷ് വയ്ക്കുമ്പോൾ അതൊന്നും പ്രോട്ടീൻ ആയിട്ടുണ്ട്. അത് മാത്രമല്ല അതിന് കൂടെ ഒമേഗ 3 കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒമേഗ 3 എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കൂടെയാണ്. അപ്പോൾ ജോയിൻറ്റ് പെയിനൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഫിഷും അതേപോലെ തന്നെ എന്ത് ചെയ്യും, പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ എന്ത് ചെയ്യുക, ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ ജോയിൻറ്റ് സ്റ്റെബിലിറ്റിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സ്ട്രെങ്ത്ത് കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഈ ഒരു റീഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് പ്രോട്ടീൻ കഴിക്കുക എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല നട്ട്സുകളായിട്ടുള്ളത്, ആൽമണ്ട്, പിസ്ത, ഇങ്ങനെയുള്ള നട്ട്സുകൾ. ഈ നട്ട്സുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നല്ല ഫാറ്റ് ഉണ്ട്. നല്ല ഫാറ്റും ഉണ്ട്, മാത്രമല്ല നല്ല സിങ്ക് പോലെയുള്ള മാഗ്നീഷ്യം പോലെയുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ബോഡിന് നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് കിട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ 1-2 നേരം ഒരു 5-6 ആയിട്ട് ഡെയിലി എടുക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മുട്ട കഴിക്കുക. മുട്ടയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്, കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്, നല്ല പ്രോട്ടീനാണ്. അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തിൽ, ഇപ്പോൾ ചില ആളുകളുണ്ടായിരിക്കും ഡോക്ടറെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 അതിലെടുക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കൊളസ്ട്രോളും നല്ല ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം എടുക്കാൻ പാടും. അതും എന്ത് ചെയ്യുക, വൈറ്റ് എടുക്കാൻ വലിയ തോതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അമിതമാകുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ മുട്ടയും പാലും അതേപോലെ തന്നെ നട്ട്സുകൾ, പച്ചക്കറികൾ, അതേപോലെ ഫ്രൂട്ട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫ്രൂട്ട്സിലും ഇത് പറഞ്ഞതുപോലെ വൈറ്റമിൻസും മിനറൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിക്കാൻ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് കൂടെ പുറമെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വെയിൽ കൊള്ളാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. വെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് വൈറ്റമിൻ ഡിക്ക്. അപ്പോൾ അത് കൊള്ളുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, രാവിലെ ഒരു 10 മണിയുടെയും വൈകുന്നേരം ഒരു 4 മണിയുടെ ഉള്ളിലുള്ള വെയിൽ. ഒരുപാട് സമയം കൊണ്ടിട്ട് സൺടാൻ ഉണ്ടാകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് നിൽക്കരുത്. ഒരു നിശ്ചിത സമയം ഒരു 10 മിനിറ്റൊക്കെ ആവശ്യത്തിന് വെയിൽ കൊള്ളുക. എന്നിട്ട് എന്ത് ചെയ്യണം, വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വൈറ്റമിൻ ഡിയും അതേപോലെ കാൽസ്യമൊക്കെ കൂട്ടാൻ സഹായിക്കും. പക്ഷേ അതേസമയം നമ്മളിത് മിസ്റ്റേക്ക് എന്താ പറ്റുന്ന അറിയാം, നമ്മൾ ചിലപ്പോൾ നല്ലോണം കോള കഴിക്കും, സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ കഴിക്കും. അപ്പോൾ അതിൽ ഫോസ്ഫോറിക് ആസിഡ്, ഇങ്ങനെ കാർബണേറ്റഡ് ഒക്കെ വരുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ കുറയും. അതേപോലെ തന്നെ നമ്മുടെ എല്ലുകളൊക്കെ ബോഡിയിലുള്ള ഓൾറെഡി ഉള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ കോഫി കുടിക്കുക, കൂടുതൽ ചായ കുടിക്കുക, അതും ഈ പറഞ്ഞതുപോലെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ കുറക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അത് അമിതമായിട്ട് കഴിച്ചാൽ എന്ത് ചെയ്യും, ഇപ്പുറത്ത് നമ്മൾ ചീരതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട. അതുപോലെ സ്മോക്കിംഗ് വളരെ നല്ലൊരു ഫാക്ടറാണ്. ഇത് ജോയിൻറ്റുകൾ വീക്കാക്കും. അതുപോലെ കാൽസ്യത്തിന് സപ്ലിമെൻ്റ് അബ്സോർപ്ഷനൊക്കെ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ ഡാമേജ് വരുത്തുന്നതാണ്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ സ്മോക്കിങ്, ആൽക്കഹോൾ അബ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ, അത് കൂടുതലായിട്ട് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മളത് ഒഴിവാക്കണം. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അതിന് കൂടെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോണിന് നല്ല സ്ട്രെങ്ത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് പറ്റിയിട്ടുള്ള എക്സസൈസുകളും കൂടെ ചെയ്യണം. നല്ല എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോൺ സ്ട്രെങ്ത്തുള്ള മസിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ, സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സോയ പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചൂസ് ചെയ്യാം, അതും നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ സഹായിക്കുന്നതാണ്. അതേപോലെ രാഗിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴിക്കുക. അത് ഈ പറഞ്ഞതുപോലെ കാൽസ്യത്തിന് നല്ലൊരു സോഴ്സാണ്. അതും സർക്കുലേഷൻ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ രാഗി പോലെയുള്ളത്, മുത്താറ് പോലെയുള്ളതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ പ്രസൻസ് കൂട്ടുകയും എല്ലുകൾക്ക് ബലം കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഈ പറഞ്ഞതായിട്ടുള്ള എന്തിനാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് കാലങ്ങളായിട്ട് കാൽസ്യം ടാബ്ലറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് വൈറ്റമിൻ ഡി ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കറക്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് നമ്മുടെ ബോഡിക്ക് നൽകാനും പറ്റും. റിക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഡെഫിഷ്യൻസികൾ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.